Praise the Lord. प्रभु के नाम की महिमा भय कोस ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് നിങ്ങളുടെ മധ്യയിൽ ഒരു സാക്ഷിയെ നിൽപ്പാൻ കർത്താവ് ഒരുക്കിയ ഈ നല്ലൊരു അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. आज की बेल के समय में प्रभु के नाम की महिमा के निम्ति यो गवाही तपायरु मध्य में बांटने के निम्ति जो अवसर प्रभु ने प्रदान करनुभयो त्यसका निम्ति प्रभु को मैं धन्यवाद दिन्छु. വളരെ വർഷങ്ങളായി ഈ നേപ്പാൾ കൺവെൻഷനിൽ പങ്കെടുക്കണമെന്ന് ഒരു ആഗ്രഹമുണ്ടായിരുന്നു. और धेरै वर्षदेखि यो नेपाल महासभा में भाग लेने का इच्छुक थियो. ഞാൻ ദോഹയുടെ പ്രദേശത്ത് ഞങ്ങൾ ശുശ്രൂഷ ഈ ക്യാമ്പ് മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ ബാച്ചിലേഴ്സിൻ്റെ ക്യാമ്പ് മിനിസ്ട്രി അവിടെ പോയി സുവിശേഷം പറയുന്ന സമയങ്ങളിൽ അനേകരെ രക്ഷിക്കപ്പെടുന്നത് നേപ്പാൾ സ്വദേശികളായിരുന്നു. और मैं दोहा का देश में जब प्रभु की सेवकाई और जो जवानों को मध्य में और क्रिश्चियन जो कैंप का मध्य में जाकर जो सेवकाई करने बेला में विशेष गरेरा नेपाल का दाजुभाइहरू को मध्य में यो सेवकाई करने के निम्ति प्रभु ने मलाई सहायता गर्नुभयो. അന്ന് ഞങ്ങൾ ഒരു ഗ്രൂപ്പ് മാത്രമായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം റോഡറി സഭച്ചൻ വന്നതിന് ശേഷം അത് 13 ഗ്രൂപ്പായി മാറുവാൻ ഇടയായി തീർന്നു. 19 പേരോളം ഞങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുവാൻ തുടങ്ങി. और पगले एक झुंड भैरा हम उस मसीही भाइयों को सेवकाई संचालन करने बेला में प्रभु उसको बढ़ाएरा 13 झुंड भैरा वो सेवकाई को परमेश्वर बढ़ावन भयो. ഈ സമയത്ത് ഞാൻ ദോഹ സഭയിൽ നിന്നുള്ള ഞങ്ങളുടെ പാസ്റ്റർ മോഹൻ രാജിൻ്റെയും പ്രസന്ന മദറിൻ്റെയും സന്തോഷ് ബദറിൻ്റെയും ഷെർലിൻ സിസ്റ്ററിൻ്റെയും മറ്റും സണ്ണി പാസ്റ്റർ ഞങ്ങളുടെ സെൻറ്റർ പാസ്റ്റർ സണ്ണി പാസ്റ്ററിൻ്റെയും സ്നേഹവന്ദനങ്ങൾ അറിയിച്ചു കൊടുക്കുന്നു. और साथ ही साथ दोहा का सेवकाई करने वाला हमरो पास्टर मोहन राज, सिस्टर प्रसन्ना और शर्लिन और सेंटर पास सभी सेवकों का अभिवादन पटाई को छु. ദൈവം ഈ നേപ്പാൾ പ്രദേശത്തെ ഇത്രത്തോളം അനുഗ്രഹിച്ച് കാണുമ്പോൾ വലിയൊരു സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. और नेपाल सेवकाई को इतना समय परमेश्वर जो आशीष गर्नुभयो. സാധാരണ ഒരു ക്രിസ്തീയ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. और ये साधारण मसीही परिवार में मेरा जन्म लियो. നല്ല സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു കുടുംബമായിരുന്നു. और बड़ी खुशी के साथ जीवन बिताने वाले एक परिवार थियो. ഒരു സമയത്ത് വളരെയധികം പ്രയാസം ഞങ്ങളുടെ കുടുംബത്തിൽ വന്നു. और एक समय में यस्तो धेरै समस्याहरू हाम्रो परिवार सामना करने का बेला आयो. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി. और हाम्रो जीवन में जे कुछ थियो सबै कुरा हम गुमायो. വളരെ മോശമായ ഒരു നിലയിലേക്ക് ഞങ്ങൾ അകപ്പെട്ടു. हम सबै ऐसा दुर्दशा का परिस्थिति में पुग्नु भयो. ആ സമയത്ത് ഞങ്ങൾക്ക് എങ്ങനെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് കയറണമെന്ന് അറിയാതെ ഞങ്ങൾ ഭാരപ്പെട്ടു. और यो अवस्थाबाट कसरी उम्काउलो भनेर हम धेरै फिक्रिहरू गर्नुभयो. എൻ്റെ പിതാവിനെ അങ്ങനെ ദൈവത്തിൽ യേശുവിൽ അങ്ങനെ അത്രയധികം വിശ്വാസമില്ലായിരുന്നു. എല്ലാ ദൈവങ്ങളിലും എൻ്റെ പിതാവ് വിശ്വസിച്ചിരുന്നു. और मेरे पिताजी को प्रभु यीशु मसीह माथी इतना विश्वास थिए ना. हरेक देवी देवता के ऊपर हरेक ईश्वर पर विश्वास करने वाले व्यक्ति थे मेरे पिताजी. അങ്ങനെ ഹിന്ദു സഭയിൽ നിന്ന് പലരും ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വന്ന് പല മന്ത്രങ്ങളും പല പൂജകളും നടത്തി നോക്കി. എന്നിട്ടും ഒരു രക്ഷ അതിൽ കാണുവാൻ സാധിച്ചില്ല. त्यस कारण और हाम्रो परिवार में धेरै हिन्दू मानिसहरू आएर ठोनामुनी का धेरै कुराहरू गरेर हाम्रो यो समस्याहरूबाट हामी छुटकारा देने का निम्ति धेरै कोशिश गरियो. അങ്ങനെ മുസ്ലിംസ് പള്ളിയിൽ നിന്നും പലരും വന്നു. ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് കോഴിയെ വെട്ടി അതിന്റെ രക്തമെല്ലാം പല സ്ഥലങ്ങളിലും തെളിച്ചു നോക്കി. എന്നിട്ടും ഒരു രക്ഷ ഞങ്ങളുടെ ഭവനത്തിൽ ഉണ്ടായിരുന്നില്ല. और मुस्लिम मस्जिदबाट धेरै उनीहरूका गुरु पनि आएर धेरै पूजाहरू गरेर और कुखुरा को काटेर उसका रगत हर ठाउँ में छिटकाएर कसरी भयो पनि हाम्रो समस्याबाट छुटकारा देने के लिए उनीहरू पनि कोशिश गरियो. ഞാനും എന്ത് ചെയ്യണമെന്ന് അറിയാതെ ചെറിയ പ്രായത്തിൽ തന്നെ ഇതെല്ലാം കണ്ട് ഞാൻ ഭയന്ന് ഞാൻ എല്ലാ ദൈവങ്ങളെയും ഞാനും വിശ്വസിക്കാൻ തുടങ്ങി. और मेरे सानो उम्र में इन सारे परिस्थितियों को हेरेर म पनि विचलित अवस्था में होने के कारण म पनि इन अन्य देवी देवताओं के ऊपर विश्वास करने लगे. ഒടുവിൽ 1985 ഞാനൊരു യൂത്ത് ക്യാമ്പിൽ വെച്ച് എന്നെ തന്നെ യേശുവിനായി സമർപ്പിച്ചു. और 1985 में एक जवानों की सभा में मैं आफे लाई और प्रभु यीशु मसीह का हाथ में समर्पण करियो. 1993 ഞാൻ ദോഹയിലേക്ക് എനിക്കൊരു ജോലി സംബന്ധമായി കടന്നു വരാൻ സാധിച്ചു. और 1993 में और मेरे काम का सिलसिला में मैं दोहा देश में गया. 95 ദൈവം എന്നെ അഭിഷേകത്താൽ നിറച്ചു. और 1995 में प्रभु अपने पवित्र आत्मा से मला अभिषेक गर्नुभयो. 97 ഞാൻ സ്നാനപ്പെടുവാൻ ഇടയായി തീർന്നു. और 1997 में प्रभु मलाई बत्तिस्मा लेने के लिए सहायता गर्नुभयो. 1999 ഞാൻ ഒരു അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ന ഒരു ബന്ധോസ് സഭയിലേക്ക് ഞാൻ അതിലൊരു അംഗമായി തീരുവാൻ ഇടയായി തീർന്നു. और 1990 में असेंबलीज गॉड
एजी चर्च का और एक सदस्य भएर त्यहाँ गयो ആ സഭയിൽ വന്നപ്പോൾ അവിടെ മലയാളം സർവീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. और त्यहाँ जाने बेला में मलयालम सर्विस मात्र त्यहाँ थियो. ഞാൻ പല സ്ഥലങ്ങളിലും ഈ എന്റെ കർത്താവിന്റെ വചനവുമായി പല ബാച്ചിലേഴ്സ് അക്കോമഡേഷനിലേക്ക് കടന്നുപോയി സുവിശേഷം പറയുമ്പോൾ മറ്റ് ഭാഷക്കാർ, നേപ്പാളീസ്, ശ്രീലങ്ക, അങ്ങനെ ഹിന്ദിക്കാർ, അങ്ങനെ പല ഭാഷക്കാരും വരുമ്പോഴും ഞാൻ മലയാളികളെ മാത്രം എന്റെ സഭയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരുന്നു. और त्यहाँ में सेवकाई करने बेला में मलयाली लोगों का अलावा धेरै श्रीलंकन और इंडिया का कई भाषा बोलने वाला मनुष्य भी हमरो झुंड में आया. तरपनी में केवल मलयालम भाषा बोलने वाला मनुष्य को मात्र मेरा मंडली में ले आने का कोशिश में थी. മറ്റു ഭാഷ സംസാരിക്കുന്നവരെ ഞാൻ വേറെ വേറെ സഭകളിലേക്ക് പറഞ്ഞയച്ചുകൊണ്ടിരുന്നു. और भाषा बोलने वालों को अन्य मंडली में मैं पटावनु भयो. ഒടുവിൽ ഞാൻ എന്റെ ഒരു ബൈബിളിൽ പ്രകാരം പറയുന്നു, നിങ്ങൾ ലോകമെമ്പാടും പോയി എന്റെ സാക്ഷികളായി തീരുവാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. और प्रभु की पवित्र वचन में जो लिखे सारे संसार में जाए गहरा मेरा गवाह बनने के लिए भन्नु भयो. ഞാൻ ഇത് ഇപ്രകാരമുള്ള ഒരു സഭയ്ക്ക് വേണ്ടി ഞാൻ കാത്തിരുന്നു. और तेस्ते प्रकार के एक मंडली का परकाई में थी. ഒടുവിൽ ഞങ്ങളുടെ സഭയിലെ പാസ്റ്റർ പറഞ്ഞു, ബ്രദർ ഒരു തമിഴ് സഭ ആരംഭിക്കുക, ആ സഭ ബ്രദർ നടത്തിക്കൊള്ളുവാൻ എന്നോട് പറഞ്ഞു. और पछी हमरो पास्टर का जो मंडली का पास्टर ने भन्नु भयो और तिमी एउटे तमिळ भाषा बोल्ने वालों को एक झुंड यस्तो मंडली को संचालन गरु बनेर. ഞാൻ അങ്ങനെ 8 പേരെ വെച്ച് ഒരു തമിഴ് സഭ തുടങ്ങി. അത് ഒരു വർഷത്തിനുള്ളിൽ ഒരു 150 പേരായി ആ ദോഹയിൽ തന്നെ ഏറ്റവും വലിയൊരു തമിഴ് സഭയായി മാറുവാനിടയായി തീർന്നു. और 8 जन को रखेरा हम ये सेवकाई शुरू करियो. त्यसपछि 150 मनुष्य में परिवर्तित भयो और ठुलो झुंड भएर दोहा में तमिळ मंडली का एक ठुलो संचालक भएर प्रभु ने मलाई आशीष दियो. 3 വർഷത്തിന്റെ ഉള്ളിൽ ആ സഭ 300 പേരോളം ആയി. ആ ദോഹയിൽ തന്നെ ഏറ്റവും വലിയ സഭയുടെ ഒരു പാസ്റ്ററായി എന്നെ നിയമിക്കുവാൻ അവിടെ തീരുമാനിച്ചു. और 3 साल की पछि वो 150 बंदा मनुष्य बढेर 300 झुंड का एक मंडली भएर विकसित भयो. और त्यस कारण मलाई उस मंडली का ये ठुलो दोहा का सबसे ठुलो क्रिश्चियन मंडली का एक पास्टर भएर उनीहरु मलाई नियुक्त गर्नुभयो. പല പാസ്റ്റർമാരും ഇന്ത്യയിൽ നിന്ന് എനിക്ക് ഓർഡിനേഷൻ തരുവാനായി കടന്നു വന്നു. और इंडियाबाट धेरै पास्टरहरु मलाई ये अभिषेक ऑर्डिनेशन देने की सिलसिला में दोहा में आइपुग्यो. എന്റെ മനസ്സിനുള്ളിൽ പക്ഷേ ഒരു സന്തോഷമില്ലായിരുന്നു. तरपनी मेरा हृदय में कुने प्रकार का खुशी आनंद थिएन. ഞാനൊരു സത്യസഭയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. और एक असल वास्तविक मंडली का और प्रतीक्षा में थियो मां. ഞാൻ ആരാധിക്കുന്ന ആ സഭയില് എന്തെങ്കിലും ഒരു ജനറൽ ബോഡി വരുമ്പോൾ അവിടെ സെക്രട്ടറി, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, മറ്റുമല്ല എല്ലാ അധികാരങ്ങൾക്ക് വേണ്ടിയുമുള്ള ഒരു മൽപ്പിടുത്തവും പാസ്റ്ററും ജനങ്ങളും തമ്മിൽ ഒരു പൊളിറ്റീഷ്യൻസിനെ പോലെ യുദ്ധം ചെയ്യുന്നത് ഞാൻ കാണുമായിരുന്നു. जसरी राजनीति का मनुष्य का मध्य में हुनु हुन्छ त्यसरी पद को निम्ति खजांची बनाने, ट्रेजरर बनने के लिए और प्रेसिडेंट बनने के लिए धेरै इस संसार के रूप में मसीह मंडली में भी पदर प्राप्त करने का एक ठुलो संघर्ष उस मंडली में थियो. മാത്രമല്ല എന്തെങ്കിലും ഒരു രോഗം വന്നാൽ അപ്പോൾ തന്നെ ഡോക്ടറെ അടുത്ത് കടന്നു പോകാൻ പാസ്റ്റർ മാത്രമല്ല അവിടുത്തെ ജനങ്ങളും എല്ലാവരും ഹോസ്പിറ്റലിൽ പോയി ഓപ്പറേഷന് വിധേയനാകുന്നത് ഞാൻ കാണുകയുണ്ടായി. इतना मात्र होइना, जब कुने बिरामी आए पनि वहां पास्टर भी लोगों को उत्तेजना दिएरा, डॉक्टर और औषधि का पच जाएरा, औषधि लिएरा चंगाई प्राप्त करने के निम्ति मंडली का सबै जन यस्तो उत्तेजना हामीलाई दिनुभयो. ദൈവത്തിന്റെ കൃപയാൽ 97 ഞാൻ സ്നാനപ്പെട്ടത് മുതൽ ഇന്ന് വരെ ദൈവം എന്നെ ഒരു മരുന്ന് പോലും എടുപ്പാൻ ഇടയാക്കാതെ ദൈവം എന്നെ സൂക്ഷിക്കുന്ന ദൈവകൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. 1997 में मैं बपतिस्मा लिया दिन देखी कुने औषधि लेने बिना प्रभु हर एक बिरामी का समय में प्रभु बाटा चंगाई प्राप्त करेरा. प्रभु की अनुग्रह द्वारा आज समय इस सत्यता में उभी निकले प्रभु सहायता गर्नुभयो. എന്നെ പാസ്റ്റർ ആക്കണം ഒരേ നിർബന്ധം കൊണ്ട് എന്റെ സഭ എന്റെ പിന്നിൽ കൂടി നടക്കുകയായിരുന്നു. और मलाई पास्टर ऑर्डिनेशन देने के निम्ति मंडली का सभी पास्टर मंडली का सभी सदस्य इस प्रकार की कोशिश में थी. ഞാൻ വളരെയധികം ഭാരപ്പെട്ടു. मैं देरे और विचलित भएर बोझ से दब गए. കർത്താവേ എനിക്കൊരു സത്യസഭ കാണിച്ചു തരണമേ. प्रभु मलाई एक असल मंडली दिखाउनुहोस्. അന്ന് എനിക്ക് എന്റെ സഭ എന്റെ ഈ പെന്തക്കോസ്ത് മിഷനിൽ ആരാധിക്കുന്ന എന്റെ ഒരു സഹോദരൻ എന്നെ വിളിച്ചു പറഞ്ഞു, ദോഹയിൽ ആദ്യമായി ഒരു പാസ്റ്ററെ നിയമിച്ചിരിക്കുന്നുവെന്ന്. और उस समय में मेरा एक जो मित्र थियो, जो हमरो यो मंडली का वो विश्वासी थियो, वो फोन करेर मलाई भन्यो हमरो यो नयाँ नियम का मंडली और दोहा पनि शुरू गर्नुभयो. एउटै पास्टर को वहाँ सेवकाई के निम्ति नियुक्त गरिसकियो भनेर ഞാൻ ഓടിപ്പോയി. दौड़ेर त्यहाँ पुग्यो. അദ്ദേഹത്തിന്റെ പേര് ഗുരു എന്നാകുന്നു. और उस व्यक्ति का उस हमरो सेवक का नाम गुरुदेव गुरु थियो. ഞാൻ ചോദിച്ചു അദ്ദേഹത്തിനോട്,
माँ उस व्यक्ति का संग सो दियो। ഞാൻ 300 പേരെ വെച്ച് ശുശ്രൂഷ ചെയ്യുന്ന ഒരു പാസ്റ്ററാണ്. माँ 300 लोगों को संचालन करने वाला मंडली का पास्टर हूँ। എനിക്കിവിടെ ഒരു അധികാരം എനിക്ക് വേണ്ട. मलाई इस मंडली का कुने पद चाहिए ना। പക്ഷേ പാവങ്ങളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുവാൻ എന്നെ നിങ്ങൾ അനുവദിക്കണം. പാവങ്ങളുടെ ഇടയിൽ പാവപ്പെട്ട और गरीब मनुष्य के मध्य में सेवकाई करने के लिए पास्टर मलाई सहायता करनो। ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ആടുകളല്ല ഇടയനല്ല പ്രസവിക്കുന്നത്, ആടുകളാണ് പ്രസവിക്കുന്നത് എന്നോട് तब वो പറയുവാൻ. पास्टर गुरु ने बन भयो और घोटाला जन्म दी न सकते ना, भेड़रू जन्म दी न सकता। പിന്നെ രണ്ടാമത് അദ്ദേഹം എന്നോട് ഒരു കാര്യം പറഞ്ഞു. और दूसरी बार भी और एक कुरा बन भयो, ബ്രദർ ദയവ് ചെയ്ത് എന്നെ പാസ്റ്റർ എന്ന് വിളിക്കരുത്. कृपया मलाई पास्टर नाम ना बनो. ഞാൻ 14 years ആയിട്ടുള്ളൂ ഞാൻ ഈ ശുശ്രൂഷയില്. ഞാൻ ഇപ്പോഴും ഒരു ബ്രദറാണ്. ब्रदर गुरु ने भन्नु भयो, मैं 14 साल देखी प्रभु की सेवकाई गरी रहेको छ, अहिले सम्म म पास्टर होइन. ഞാൻ 3 വർഷമേ ശുശ്രൂഷ ചെയ്യുന്നുള്ളൂ. म 3 साल मात्र सेवकाई गरियो. എന്റെ സഭയിൽ ഇപ്പോൾ തന്നെ എന്നെ പാസ്റ്റർ ആക്കാൻ ആഗ്രഹിക്കുന്നു. और मेरा मंडली का सभी लोग मलाई पास्टर बनाउने का प्रयास में छ. അങ്ങനെ ഞാൻ ഒന്നും നോക്കിയില്ല, ഞാൻ ഈ സഭയിലേക്ക് കടന്നു വന്നു. और यस्तो केही कुरा नहेर्दै मैं इस मण्डली में दगुडेर आए. ഇവിടെ നിന്ന് ശുശ്രൂഷിച്ചിരുന്ന ഞാൻ സാധാരണ ഒരാളെ പോലെ അവിടെ പോയി ഇരിക്കുവാൻ ഇടയായി തീർന്നു. और जसरी तपाईहरु बसेको छ त्यसरी म पनि वो मण्डली में हाम्रो मण्डली का एक सदस्य भएर त्यहाँ जाएर बस्नु. എന്റെ കുടുംബത്തിൽ പലർക്കും അതിനെതിരായിരുന്നു ഈ സഭയിലേക്ക് പോകണ്ടെന്ന്. എന്റെ പല സഭക്കാരും എന്റെ പഴയ സഭക്കാരെല്ലാവരും പറഞ്ഞു, എവിടെ വേണമെങ്കിലും പോയിക്കോ ബ്രദർ, ഇവൻ കാത്തലിക് സഭയിലേക്ക് പോയിക്കോ, മറ്റേത് സഭയിലേക്കും പോയിക്കോ, പക്ഷേ ഈ സിലോൺ ബന്ധിക്കോ ഈ TPM സഭയിലേക്ക് മാത്രം നിങ്ങൾ പോവല്ലേ എന്ന് എന്നോട് പറഞ്ഞു. मेरा आफन्तहरू मेरा मण्डली का सबै सदस्यहरू मलाई भन्नुभयो, कृपया भाइ तिमी यो नयाँ नियम का मंडली में ना जानोस् और कुनै मंडली में जानोस्. यदि तिमी इच्छा छ भने रोमन कैथोलिक RC मंडली में भी जान सक्छ, तर पनि नयाँ नियम का मंडली में ना जानोस् भनेर मलाई रोकियो. എന്റെ ദൈവം എന്നെ നല്ലൊരു സ്ഥലത്താണ് കൊണ്ടുവന്നാക്കിയത്. मेरा परमेश्वर असल वास्तविक ठाउँ में मलाई पुर्याउनु भयो. ഇന്ന് രാത്രികാലം ഇവിടെ ആരെങ്കിലും രോഗത്താൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എന്റെ മമ്മിയുടെ ജീവിതത്തിൽ ദൈവം ചെയ്തൊരു അത്ഭുത പ്രവൃത്തി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. यदि इस बेलुकी समय तपाईहरु मध्य में कुनै पनि व्यक्ति रोगी भएर बसेको छ भने मेरे अम्मा का जीवन में प्रभु ने गर्नुभयो एक उदय का काम का बारे में इस बेलुकी समय तपाईहरुसँग बाँड्ने के लिए मैं आग्रह गर्दै. എന്റെ മമ്മി ക്യാൻസറിനാൽ ബാധിക്കപ്പെട്ടു. मेरा मम्मी कैंसर बिरामी से पीड़ित भयो. ശരീരം മുഴുവനും ക്യാൻസർ സ്പ്രെഡ് ആയി പോയി. और संपूर्ण शरीर में वो कैंसर रोग का शक्ति और फिजियाउनु भयो. തന്റെ ശരീരമെല്ലാം ഭയങ്കരമായി വീർക്കുവാൻ തുടങ്ങി. और उसकी पूरा शरीर सुनेरा हर एक संपूर्ण भाग में बिरामी फैली. 3 ദിവസമേ ജീവിക്കുകയുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. 3 ദിവസമേ ഡോക്ടേഴ്സ് പറഞ്ഞു, 3 ദിവസമേ ജീവിക്കുകയുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. डॉक्टर लोगों ने इसको जवाब दिया, 3 दिन मात्र ये माताजी जीवित रहने छु, जिस कारण तपाईहरु कृपया इनको अपने घर ले जानो. ഞാൻ ഗുരു പാസ്റ്റർ ഒന്ന് പറഞ്ഞു, പാസ്റ്ററെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. और हाम्रो मण्डली का सबै पास्टर लोगों म भन्नुभयो, कृपया हाम्रो मम्मी का चंगाई का निम्ति प्रार्थना गर्नुहोस्. ജനങ്ങളെല്ലാം ചേർന്ന് പ്രാർത്ഥിച്ചു. और सारे मण्डली के लोग मिलेर प्रार्थना गरे. വേറെ വലിയ കാര്യങ്ങളൊന്നും അവർ പ്രാർത്ഥിച്ചില്ല. और धेरै ठुलो कुराहरु उनीहरु भन्नेको ഒരേ ഒരു വാക്ക് പ്രാർത്ഥിച്ചു. एक ही कुराका निम्ति प्रार्थना गरे. ബിനുവിന്റെ മമ്മിയുടെ ക്യാൻസർ മരിക്കണം, ബിനുവിന്റെ മമ്മി ജീവിക്കണം. और बिनु का मम्मी का जो कैंसर बिरामी मरना पर्छ, बिनु का मम्मी जीवंदे हुनुहुन्छ. ഞാൻ നാട്ടിലേക്ക് കടന്നുപോയി. गाउँ में गयो. ഞാൻ എന്റെ മമ്മിയെ കണ്ടു. मेरा मम्मी को हेर्नु മമ്മിയുടെ അവസ്ഥ കണ്ട് ഞാൻ കോയമ്പത്തൂര് വല്ലാത്തൊരു അവസ്ഥ ഞാൻ കണ്ട് ഞാൻ ഭയന്നു പോയി. और मम्मी का गंभीर अवस्था को हेरेर मैं अधिक भयभीत भयो. ഡോക്ടർ പറഞ്ഞു നാളെ മരിക്കുന്ന പറഞ്ഞ ഡോക്ടർ നാളെ മരിക്കും എന്റെ മമ്മി. डॉक्टर लोगों ने भन्यो बोली यो व्यक्ति मर्दैछ. ഞാൻ ഇങ്ങനെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു രാത്രി. और उसके अगाडि ने मैं रात के समय में यस्तो प्रार्थना गरियो. അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചു, ജനങ്ങൾ പ്രാർത്ഥിച്ചു, വിനുവിന്റെ മദർ ക്യാൻസർ മരിക്കണം, വിനുവിന്റെ മദർ ജീവിക്കണം, അത് സത്യമാണെങ്കിൽ എന്റെ മമ്മി നാളെ ജീവിക്കണം. और हाम्रो मण्डली का ब्रदर गुरु और सारे सेवकहरू विश्वासीहरू मिलेर प्रार्थना गरियो. और यो प्रार्थना प्रभु अवश्य सुनेगा, किनभने उनीहरू भन्नुभयो बिनु का मम्मी मर्नुहुन्न, बिनु का बिरामी जो मम्मी का शरीर में जो बिरामी मर्नुहुन्छ भनेर प्रार्थना गरिसक्यो. इस कारण बोली मेरा मम्मी मर्ने को होइन, वो जिउँदै रहनेछु भनेर म प्रार्थना. ഞാൻ കാലത്ത് എഴുന്നേറ്റ് ആ വാച്ച്മാൻ ആ മമ്മി കിടക്കുന്ന റൂമിന്റെ അടുക്കിലേക്ക് ഓടിച്ചെന്നു. और बिहान उठेर में मम्मी जिस कोठा में थियो उस कोठे का डोके का नजदीक गयो. ഞാൻ വാച്ച്മാനോട് ചോദിച്ചു, ഇന്നലെ രാത്രി ഇവിടെ ആരെങ്കിലും മരിച്ചുവോ?
और मैं वहां पहरेदार जो थी हो, पहरे करने वाले व्यक्ति से सोधियो, इस रात को यहाँ कोई पनि मरियो. അദ്ദേഹം എനിക്കറിയില്ല എന്ന് പറഞ്ഞു. और वो पहरेदार ने बनु हुए मने के ताचे. ഞാൻ മമ്മിയുടെ റൂമിന്റെ ഡോർ തുറന്നു നോക്കി. मैं मम्मी का कोटा का डोका खोले रहे. അവിടെ മമ്മിയുടെ ബെഡ് കാലിയാണോ അതോ മമ്മിയെ മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയോ എന്ന് ചിന്തിച്ചാണ് ഞാൻ ആ ഡോർ തുറന്നു നോക്കിയത്. मेरा मम्मी के ओचर में मम्मी चा नात्रदा मम्मी का शरीर मरे पची मोर्चरी में ले जानु भयो यो शंका लियर में त्या जानु भयो. ഞാൻ തുറന്നു നോക്കിയപ്പോൾ मैं डोका खोले रहे എനിക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. मलाई विश्वास ना करने अवस्था में थी. എന്റെ മമ്മിയുടെ അടുത്ത് ഒരു ഡോക്ടർ നിൽക്കുന്നു. मेरा मम्मी के चेव में एक डॉक्टर उभी है. എന്റെ പപ്പ മമ്മിയുടെ അടുത്ത് നിൽക്കുന്നു. और मेरा डैडी मम्मी का चेव में था. എന്റെ മമ്മി ഒരു 10-20 വയസ്സായുള്ള ഒരു സ്ത്രീയെ പോലെ പൂർണ്ണ ആരോഗ്യവതിയായി കട്ടിൽ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. और मेरे मम्मी केवल 20 साल के एक जवान केटी जैसे वो ओचान में बसेरा मुस्कुराते हुए और खुशी मनाए हुए बसे हुए अवस्था में मैं ഞാൻ ഡോക്ടറോട് ചോദിച്ചു, डॉक्टर संग सोधियो, ഇന്നലെ നിങ്ങൾ എന്നോട് പറഞ്ഞു ഈ മമ്മിയുടെ ശരീരത്തിൽ ഫുൾ ക്യാൻസർ സ്പ്രെഡ് ആയിരിക്കുകയാണ്, ഇപ്പോൾ ആ ക്യാൻസർ എവിടെ? और डॉक्टर समय सोधियो इसो तिमी ने बनु भयो मेरा मम्मी का संपूर्ण शरीर में ये कैंसर रोग सपेटा में पुगी सकियो, इस कारण वो मरने चो आइले वो बिरामी कांचा मेरा डॉक्टर संग सोधियो. എന്റെ ആ ഡോക്ടർ പറഞ്ഞു ഈ സ്ത്രീയുടെ ശരീരത്തിലെ ഒരു ക്യാൻസറിന്റെ സിംപ്റ്റം പോലും ഇല്ല എന്ന് പറഞ്ഞു. आइले ये स्त्री का शरीर में और इस कैंसर रोग का कुने अंश पनी कुने चिन्ह पनी चाइना. അന്ന് രാത്രി ഞങ്ങൾ അവിടുന്ന് ഡിസ്ചാർജ് ആയി. പ്രൈസ് ദി ലോർഡ്. तेई रात को मेरा मम्मी हॉस्पिटल बाटा डिस्चार्ज मेरा घर पुगी. ഇന്ന് 10 വർഷമായി എന്റെ പപ്പയും മമ്മിയും ജീവനോടെ ഇരിക്കുന്നു. आज 10 साल बीत सके मेरा अम्मा और बुआ अइले समझ जीवित छा. ഇത്രയും അത്ഭുതം നടന്നപ്പോൾ എന്റെ കുടുംബത്തിൽ എല്ലാവരും ഈ സത്യത്തിലേക്ക് വരുവാനിടയായി തീർന്നു. यो अद्भुत काम हेरेरा मेरा मंडली का सभी सदस्यರು यो वास्तविक मंडली में आउनु भयो. എന്നാൽ എന്റെ വൈഫിന് മാത്രം ഒരു വലിയൊരു സങ്കടം ഉണ്ടായിരുന്നു. और तरपनी मेरा बूढ़ी को मेरा श्रीमती को एक ठुलो दुख थियो. എന്റെ വൈഫ് ഈ സഭയിൽ അത്ര വിശ്വസിക്കുന്നില്ലായിരുന്നു. मेरा बूढ़ी मेरा श्रीमती यो मंडली के बारे में इतना विश्वास थिए ना. എന്നാൽ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. किनभने हमें संतान थिए ना. ആ സമയത്ത് മറ്റു സഭക്കാർ പറഞ്ഞു ഈ സഭയിൽ മാത്രം പോവല്ലേ, അവർ നിങ്ങൾക്ക് ഒരിക്കലും കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ ഒരിക്കലും പ്രാർത്ഥിക്കില്ല എന്ന് പറഞ്ഞു. और मेरा पुराना मंडली के लोगों ने यस्तो भन्नु भयो यो मंडली में तिमी ना जाना, किनभने मंडली का सेवकहरू कहिले पनि अम्मा बुवा का संतान छैन भनी उनीहरुको संतान हुने का निम्ति कहिले पनि उनीहरु प्रार्थना गर्दैन. അതുകൊണ്ട് ഞാൻ എന്റെ വൈഫിനെ പല രീതിയിലുള്ള ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയി എത്രയോ ലക്ഷങ്ങൾ ഞാൻ മുടക്കി പല ഓപ്പറേഷനും ഞാൻ ചെയ്യിപ്പിച്ചു. और इस कारण मेरे बूढ़ी मेरे श्रीमती को लिएरा धेरै हॉस्पिटल में वैद्य को पास लिएर गयो और धेरै औषधि वैद्य खर्च धेरै पैसा में खर्च गरेर और संतान पाने का कोशिश गरियो. അവസാനം ഡോക്ടേഴ്സിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാനില്ല. अंत में डॉक्टर लोगों ने भन्नु भयो अहिले हमें केही गर्न सक्दैन. അവർ ഒരു വാക്ക് ഇങ്ങനെ പറഞ്ഞു, ചിലപ്പോ ബ്രദറിനായിരിക്കും കംപ്ലൈന്റ് എന്ന്. और उन डॉक्टर लोगों ने यस्तो भन्नु भयो और कुछ कमी घटी चा भने हुन सके ये ब्रदर का शरीर में होला. എന്റെ ഭാര്യ പ്രാരം പറഞ്ഞു, और मेरा श्रीमती यस्तो भन्नु भयो നമുക്കിനി കുഞ്ഞുങ്ങള് ഈ ഡോക്ടർമാർ തരണ്ട. और अब देखिए ये डॉक्टर लोग हामीलाई संतान दिने का आवश्यकता छैन. അച്ഛൻ എന്റെ വിശ്വസിക്കുന്ന പോലെ ആ ദൈവം തന്നെ അച്ഛന് കുഞ്ഞുങ്ങൾ തരട്ടെ. और मेरे ये श्रीमान तपाई जसरी विश्वास गरेको छ वो विश्वास अनुसार तपाई को प्रभु संतान दिन्छु भनेर मेरा श्रीमती मासँग भन्नुभयो. എന്ത് സംഭവിച്ചു? ഒരിക്കൽ ഗുരു പാസ്റ്ററും രാജൻ ബ്രദറും ചേർന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളില്ലാത്ത 14 സഹോദരങ്ങളെ മുന്നോട്ട് വരുവാൻ പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ പ്രെയർ ആ ദോഹയിൽ വെച്ച് നടത്തി. और दोगा फेथों में ब्रदर गुरु और ब्रदर राजन मिलेरा यस्तो एक संगति का संचालन गर्नुभयो. उस संगति में यस्तो भन्नुभयो कति माने मतलब अभिभावकको सन्तान छैन, यस्तै सबै अभिभावक अगाडि आएर बस्नेको लागि यो सेवकहरू निर्देश दिनुभयो. त्यसकारण 14 जो माता पिता अभिभावक माता पिता जिसके पास संतान थिएन, हम 14 परिवार के श्रीमान श्रीमती मिलेर अगाडि आएर बस्नुभयो. 2 മാസത്തിനുള്ളിൽ 2 കുടുംബത്തിന് ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. 2 महीने भीतर अद्भुत काम गरेर 2 परिवार में संतान दियो. ഒരു വാച്ച് നൈറ്റ് സർവീസിന്റെ സമയത്ത് और एक साल की अंतिम सेवकाई का रात में 2008 വാച്ച് നൈറ്റ് സർവീസിൽ 2008 की साल की अंतिम सेवकाई में ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് നല്ലൊരു പ്രോമിസ് വേർഡ് തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. प्रभु मलाई यस्तो एक अच्छा राम्रो एक प्रतिज्ञा मलाई दिनुहोस् भनेर म प्रभुसँग प्रार्थना गरियो. ജെനസിസ് 15:1 എനിക്ക് ലഭിച്ചു. और उत्पत्ति 15
अध्याय की एक वचन मलाई प्रभु ने दिनुभयो. Fear not, Abraham. ए अब्राहम नाडर I am the shield मा तिम्रो ढाल and I am the exceeding grace. और तिम्रो I am the अधिश्रेष्ठ great, प्रतिफल exceeding great reward. और तिम्रो अधिश्रेष्ठ फल प्रतिफल माने हूं. ഞാനും വൈഫും വീട്ടിലേക്ക് കടന്നു വന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിക്കാൻ തുടങ്ങി. और माँ और मेरे श्रीमती घर में फरकेर वो सेवकाई बाटा फरकेर आने पची यस्तो प्रार्थना करने शुरू അടുത്ത करी. വാക്യം വായിച്ചപ്പോൾ अगला वचन पढ़ने वेला में അബ്രഹാം പറയുന്നു, എനിക്ക് എലിയാസർ അല്ലാതെ വേറെ ആരും എനിക്ക് അവകാശമില്ലല്ലോ. ये परमेश्वर एलियासर के सिवाय मेरे परिवार में मेरा जो हक होने के लिए और कोई चाहिए ना. Please be shocked. ആ സമയത്ത് പെട്ടെന്ന് ആ സമയത്ത് എന്താണ് എനിക്കൊരു വാക്യം കിട്ടി. അതെ, നീ അടുത്ത വാക്യത്തിൽ പ്രകാരം പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് സന്തതി തരുമെന്ന് പറഞ്ഞു. और अगले वचन में लिखे अनुसार ना डर तिमीलाई संतान में दिनेछु भनेर लिखे वचन. ആ വിശ്വാസം കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോയി. और त्यही विश्वास द्वारा हम अगाडि जानुभयो. ഫെബ്രുവരി 4 और फेब्रुअरी 4 तारिक ആ സമയത്ത് ഞാൻ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. और त्यही समय में एउटै कुराको में निर्णय गर्यो. അപ്പോസ്തലന്മാർ പ്രാർത്ഥിക്കുന്നു, और हाम्रो प्रेरित लोग प्रार्थना വിശ്വാസികൾ गरिरहेको छ. പ്രാർത്ഥിക്കുന്നു. विश्वासीहरु प्रार्थना गरिरहेको छ. എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കുന്നില്ല? और क्यों यो घटनाई मेरे जीवन में क्यों ना भयो भनेर ഞാൻ ഒരു ദിവസം രാത്രി एक रात के समय में ഒരു വലിയൊരു മോളിന്റെ മുമ്പിൽ കൊണ്ടുപോയി, ഷോപ്പിംഗ് മോളിന്റെ മുമ്പിൽ കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്തു. और मेरा कार लिएर मैं एक शॉपिंग सेंटर का अगाडि राख्नुभयो. ഞാൻ എന്റെ വൈഫിനോട് പറഞ്ഞു, मैं मेरा श्रीमतीसँग भन्नुभयो, നീ പോയി ഒരു തൊട്ടിൽ മേടിച്ചുകൊണ്ട് വാന്ന് പറഞ്ഞു, ഒരു ക്രെഡിൽ. नानीहरु जन्म लेने पछि राख्ने वाला जो जुड्ने वाला झुला मैं एउटै जाएर मेरो श्रीमतीसँग भन्यो वो पसलबाट किनेर ल्याउनुहोस्. എന്റെ വൈഫ് ചോദിച്ചു, ആർക്കാണ് ഇതെന്ന് ചോദിച്ചു. और यो नानीहरुको राख्ने का क्या झुला 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 किनको लागि भनेर किसको राख्नेको लागि भनेर मेरा श्रीमती मासँग सोधियो. ഞാൻ പറഞ്ഞു, നമ്മുടെ കുഞ്ഞിനെ കിടത്താൻ ഒരു തൊട്ടിൽ മേടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. मां मेरो श्रीमतीसँग भन्नुभयो हाम्रो नानीको राख्नेको लागि. ഞാൻ വൈഫിനോട് പ്രകാരം പറഞ്ഞു, നീ പോകുമ്പോൾ ഒരു ടോയ് തൊട്ടിൽ കൊണ്ടുവരല്ലേ, വില കൂടിയ ഒരു നല്ലൊരു തൊട്ടില് നീ മേടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. मां श्रीमतीसँग भन्नुभयो साधारण जो किम्ती नभएका एक झुला नलिनुहोस्, एक किम्ती धेरै पैसा भएका राम्रो एक झुला किनेर लानु भन्नुभएकोस् भनेर मेरा श्रीमतीसँग भन्नुभयो. അങ്ങനെ എന്റെ വൈഫ് വലിയൊരു തൊട്ടിലുമായി ആ കടലിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. और मां हेरियो मेरा श्रीमती एक ठुलो झुला बोकेर मेरा कार की तरफ आउने का कुरा. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ആ തൊട്ടിൽ കിടത്താൻ എനിക്ക് ഒരു കുഞ്ഞിനെ തരണേ. मां यस प्रकार प्रार्थना गर्यो, वो झुला में राख्नेको लागि एउटै नानीलाई मलाई दिनुहोस् भनेर. ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നു. और वो बोकेर घर में ले എന്റെ आउनु. വീട്ടിലെ പാരന്റ്സ് ഉണ്ടായിരുന്നു. मेरे घर में मेरा माता पिता थियो. അവർ ഈ തൊട്ടിൽ കണ്ടാൽ അവര് അതിശയപ്പെടും, എന്താണ് എന്റെ വൈഫിന് കുഞ്ഞ് വയറ്റിൽ എന്റെ വൈഫ് പ്രഗ്നന്റ് ആണോ എന്നല്ല അവർ ചിന്തിക്കും. और मेरे श्रीमती गर्भवती छैन, किन यस्तो जुला किनेर लायो भनेर हाम्रो अभिभावक सोच्छु भनेर मैं शंका गर्यो. ഞാൻ എന്റെ തൊട്ടിൽ പുറത്തു കൊണ്ടുപോയി വെച്ചു. और मेरो झोला किनेर घरका बाहिर राखियो. രാത്രി 2 മണിയായപ്പോൾ रात को 2 बजे ഞാൻ ഈ തൊട്ടിലും കൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് ആരും അറിയാതെ കൊണ്ടുപോയി ഞങ്ങളുടെ റൂമിലുള്ള കൊണ്ടുപോയി വെച്ചു. और कोई व्यक्ति ना जानते ये बोकेर हाम्रो कोठा भीतर लुकाएर राखियो. എന്ത് സംഭവിച്ചു? क्या भयो? ഞാൻ ഗുരു പാസ്റ്ററിനോട് പ്രകാരം പറഞ്ഞു, और गुरु पास्टरसँग मैंने ദിവസം കാലത്ത് എഴുന്നേറ്റ് നിങ്ങൾ 100 പ്രാവശ്യം അതിനു വേണ്ടി സ്തോത്രം ചെയ്യാൻ പറഞ്ഞു. और प्रभु संतान दिनुभयो भनेर 100 चोटि परमेश्वरको धन्यवाद चढाउनु. ദൈവം ഒരു അത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു. और प्रभु एक उदय का काम हाम्रो जीवन में गर्नुभयो. പെട്ടെന്ന് ദൈവം ഒരു അത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തപ്പോൾ ഞങ്ങൾ പോയി അത് ചെക്ക് ചെയ്യാൻ ഹോസ്പിറ്റലിൽ കടന്നുപോയി അത് ഞങ്ങൾ ലാബിൽ പോയി ചെക്ക് ചെയ്യാൻ തുടങ്ങി. और यो अद्भुत काम होने की पछि मेरा श्रीमती को भनेर जाएर जांच गर्नुहोस् क्या भयो भनेर. ഡോക്ടർ അവർ പറഞ്ഞു, അതെ, നിങ്ങളുടെ വൈഫ് പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞു. और डॉक्टर ने जवाब दियो तिम्रो श्रीमती और गर्भवती भयो. അവർ പറഞ്ഞൊരു വാക്കുണ്ട്, और उनीहरु एउटै शब्द ഈ भन्यो, കുഞ്ഞ് നിങ്ങളുടെ വയറ്റിൽ ഉരുവായത് ഫെബ്രുവരി 6 और यो नानी तिम्रो श्रीमती का भीतर जन्म लिया हुआ दिन फेब्रुअरी 6 गति थियो. ഞാൻ ഈ തൊട്ടിൽ എന്റെ വീട്ടിലേക്ക് മേടിച്ചു കൊണ്ടുവന്നത് ഫെബ്രുവരി 6 ആയിരുന്നു. और यो झूला में किनेर मेरा घर में ले आया हुआ तारीख पनि फेब्रुअरी 6 तारीख थी. വിശ്വാസത്തോടെ ആ തൊട്ടിൽ ഞാൻ മേടിച്ചു കൊണ്ടതുകൊണ്ട് അതേ ദിവസം തന്നെ ദൈവം അതിൽ പ്രവർത്തിപ്പാനിടയായി തീർന്നു. और जिस दिन में किनेर ले आयो त्यही दिन में प्रभु उदय का काम मेरा श्रीमती का भीतर गर्नुभयो. ഇന്ന് എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. आज मलाई 2 नानी छ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? यदि मेरा ये कुरा सुनने वाला कोई पनि यहाँ यस्तो अवस्था में छ भने, ഏതെങ്കിലും കുഞ്ഞുങ്ങളില്ലാത്ത കുഞ്ഞ് ഇവിടെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ? यदि संतान छैन भनेर भन्ने कुनै अभिभावक यहाँ छ भने, ഏതെങ്കിലും വിഷയത്താൽ ഭാരപ്പെടുന്നവർ ആരെങ്കിലും ഉണ്ടോ? कुनै बोझ फिक्री में तपाई देबेको छ भने, കടഭാരത്താൽ കഷ്ടപ്പെടുന്നവർ ആരെങ്കിലും ഉണ്ടോ? और ऋण की बोझ में देबेको छ भने, രോഗിയായിരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ? रोगी भएर कोही पनि छ भने, ഞാൻ ചെയ്ത പോലെ
मां जसरी गन्नु भयो അപ്പോസ്തലന്മാരെ കാൽക്കൽ വന്ന് ഞാൻ പറഞ്ഞു അവരോട് എന്റെ ആവശ്യങ്ങൾ അവരോട് അറിയിച്ചു. और मेरे प्रेरितों का पाइदले आयरा में गिरेरा उनियर संग मेरा आवश्यकता बनने वेला में അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. उनियर मासंग मेरो लगी प्रार्थना कर ഞാൻ വിശ്വസിച്ചു, मां विश्वास करियो അതെന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചു. और वो विश्वास पूर्ण रूप में वो क्रिया में परिवर्तित भयो. അടുത്ത വർഷം ഈ നേപ്പാൾ കൺവെൻഷൻ നടക്കുമ്പോൾ और अगले महासभा यो टाउ में संचालन करने वेला में എന്റെ സാക്ഷ്യം കേട്ട ദൈവമക്കളെ, मेरा गवाही सुनु भाई मेरा दाजू भाई दीदी बहने അനേകർ ഇവിടെ നിന്ന് സാക്ഷി പറയുമെന്നുള്ള ഞാൻ വിശ്വാസം കൊണ്ട് പറയുന്നു. भाई पने यो टाउ में आयरा गवाही दीचु मनेरा मां विश्वास कर दे എനിക്കും എന്റെ കുടുംബത്തിന് വേണ്ടി ഇനി പ്രാർത്ഥിക്കണം. ഈ അപ്പോസ്തലന്മാരുടെ ഈ ഉപദേശത്തിന് കീഴിൽ എന്നും നിലനിൽക്കേണ്ടതിനായി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അപേക്ഷയുണ്ട്. ये प्रेरितों का संगति में सत्यता में अंतिम श्वास में जीवन बिताने के निमित्त तपाई का बहुमूल्य प्रार्थना का मैं आवश्यकता मांगी रही വാനവേഗത്തിൽ കർത്താവ് വരുമ്പോൾ और प्रभु यीशु जब प्रकट होने वेला में നമ്മളെല്ലാവരും ആ കർത്താവിൽ എടുക്കപ്പെടണം. हम सभी जन और प्रभु यीशु का में उठा ले जाना पड़ता है. ജയ് മിസി.